നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ്. വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവരുടെ ഒരു ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ ഒരു ഡെയിലി ഡയറ്റ് റൂട്ടീൻസിലൊക്കെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം ആദ്യം തന്നെ നിങ്ങൾ രാവിലെ തന്നെ എഴുന്നേൽക്കേണ്ടത് എപ്പോഴും ഒരു 6 മണിക്ക് മുൻപായിട്ടോ, അല്ലെങ്കിൽ 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എക്സസൈസ് ഒക്കെ ചെയ്യാൻ നല്ല മടി ഉണ്ടായിരിക്കും. മാക്സിമം നിങ്ങളൊരു 6 o'clock മുൻപായിട്ട് എഴുന്നേൽക്കണം. അതുപോലെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ ചില ആളുകളുണ്ട് ഒരുപാട് സമയം വെറുതെ ഇങ്ങനെ ഇരിക്കും എഴുന്നേറ്റ് പാടെ. അപ്പം അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. രാവിലെ തന്നെ എഴുന്നേറ്റ് ഫുൾ ഒരു എനർജറ്റിക് ആയിട്ട് തന്നെ നിങ്ങളുടെ എക്സസൈസോ അല്ലെങ്കിൽ ഒരു ഡെയിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ചില ആളുകൾ ഉണ്ടായിരിക്കാം യോഗ ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പം നമുക്ക് യോഗയൊക്കെ ആണെങ്കിലും നമുക്ക് ഒരു റിലാക്സേഷൻ തരുന്നൊരു കാര്യമാണ് യോഗ എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് വെയിറ്റ് കുറയ്ക്കണം, നല്ല രീതിയിലുള്ള വെയിറ്റ് റിഡക്ഷനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ചിലപ്പം യോഗ മാത്രം ചെയ്താൽ ചിലപ്പോൾ നമുക്ക് വലിയൊരു റിസൾട്ട് ഉണ്ടാവണമെന്നില്ല. അപ്പം അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്തുകൂടി ചെയ്യണം, നല്ല രീതിയിലുള്ള ഒരു കാർഡിയോ വർക്കൗട്ട് എന്താണെങ്കിലും ചെയ്യണം. അപ്പം നിങ്ങൾ നന്നായിട്ടൊന്ന് നടക്കുക, അത്യാവശ്യം നല്ല സ്പീഡിലൊന്ന് നടക്കുകയാണെങ്കിലും നമ്മുടെ ബോഡിയിൽ നിന്നുള്ള ഈ കൊഴുപ്പും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അപ്പോൾ നടക്കുക, അല്ലെങ്കിൽ ചില ആളുകൾ ഉണ്ടായിരിക്കാം സൈക്ലിംഗ് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും, സൈക്ലിംഗ് ആണെങ്കിൽ സൈക്ലിംഗ് ചെയ്യുക, ഇല്ലെങ്കിൽ നീന്താൻ ഇഷ്ടമുള്ള ആളുകളുണ്ടായിരിക്കാം, അതാണെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ളത് ഫോളോ ചെയ്യുക. ചില ആളുകൾക്ക് സൂംബയൊക്കെ ഇഷ്ടമുണ്ടായിരിക്കും. നമുക്ക് വീടിന് പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് സൂംബ പോലുള്ള എന്തെങ്കിലും ഒരു ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നമ്മുടെ വീടിനുള്ളിൽ തന്നെ മാക്സിമം നിങ്ങൾ ചെയ്യുക. അപ്പോൾ എന്താണെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അത്യാവശ്യം ഒന്ന് വിയർക്കുക. അപ്പം ഒരിക്കലും നിങ്ങളൊരു ഇനീഷ്യൽ ആയിട്ട് നിങ്ങളൊരു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ വളരെ സ്പീഡോട് കൂടി പെട്ടെന്ന് വെയിറ്റ് കുറയണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ വളരെ സ്പീഡോട് കൂടിയൊന്നും നിങ്ങൾ എക്സസൈസ് ചെയ്യേണ്ട ആവശ്യകതയില്ല. അത് നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തിനാണെങ്കിലും അത് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ടൈം എടുത്തിട്ട് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്താണെങ്കിലും വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മുടെ ബോഡിയുടെ ഒരു ഡീടോക്സിഫിക്കേഷനൊക്കെ വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ളൊരു ഡ്രിങ്ക് എടുക്കാവുന്നതാണ്. അതിപ്പോൾ നിങ്ങൾ വെറുതെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുക്കുന്നത് നല്ലതാണ്. അതിലോട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊരു 1/4 കഷ്ണം ലെമൺ ഉറ്റിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്രീൻ ടീ എടുക്കുന്നതെല്ലാം തന്നെ നല്ലതാണ്. നമുക്കറിയാം ഗ്രീൻ ടീ എന്ന് പറയുന്നത് ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആണ്. അതുകൊണ്ട് ഒരു രാവിലെ തന്നെ നിങ്ങൾക്കൊരു ഗ്രീൻ ടീ വിത്തൗട്ട് ഷുഗർ, പഞ്ചസാര ഇടാതെ ഒരു ഗ്രീൻ ടീ എടുക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ്. പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ബ്രെയിൻ ഫുഡാണ്. അതുപോലെ തന്നെ അത് വളരെ രാജാവിനെ പോലെ കഴിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ രാജാവ് കഴിക്കുന്നത് ഒരുപാട് ക്വാണ്ടിറ്റിയിലല്ല, നല്ല ക്വാളിറ്റിയുള്ള ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. അപ്പോൾ നിങ്ങൾ വളരെ ക്വാളിറ്റിയോട് കൂടിയിട്ട് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് നല്ല രീതിയിൽ അതിൻ്റെ അകത്തോട്ട് വേണ്ടത് എന്താണ്, ഫാറ്റ് വേണം, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് ഇൻക്ലൂഡ് ആവണം, നല്ല പ്രോട്ടീൻസ് അത്യാവശ്യമായിട്ടുണ്ട്, അതുപോലെ തന്നെ വൈറ്റമിൻസും എല്ലാം തന്നെ കിട്ടുന്ന രീതിയിൽ സാലഡ്സും ഫ്രൂട്ട്സും എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ കഴിച്ചിരിക്കണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കാൻ നിങ്ങൾക്ക് അതൊരു ഫുൾനെസ് തരണം. അത്യാവശ്യം ഒരു ഗ്യാപ്പ്, ഇപ്പം നമ്മൾ ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 1/2 hour കഴിഞ്ഞിട്ട് വിശക്കാൻ പാടില്ല. അതിപ്പോൾ ഫുൾനെസ് തരുന്ന രീതിയിൽ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഇൻ്റർവെൽ ടൈം കിട്ടുന്നുണ്ട്, ഉച്ചയ്ക്കും രാവിലേക്കും ഇടയ്ക്കൊരു ടൈം കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ടൈമിലൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് നട്ട്സ് പോലെയുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ലൈം വാട്ടർ എടുക്കാം. ലൈം വാട്ടർ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ അകത്തോട്ട് ഉപ്പ് ആഡ് ചെയ്യുന്നതും നല്ലതല്ല, അതുപോലെ തന്നെ പഞ്ചസാര ആഡ് ചെയ്യുന്നതും നല്ലതല്ല. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആളുകൾ, അത്യാവശ്യം വണ്ണവും വീതിയൊക്കെ ഉള്ള ആളുകളാകുന്ന സമയത്ത് മാക്സിമം ഉപ്പും അതുപോലെ തന്നെ ഷുഗർ ആണെങ്കിലും അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ലൈം വാട്ടർ ഒക്കെ കുടിക്കുക. അത് നിങ്ങൾക്ക് അത്യാവശ്യം എനർജി തരും. അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ ഒന്നും കഴിക്കാനുള്ള ടെൻഡൻസിയും വരില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ വെള്ളം മാക്സിമം കുടിക്കാം. പിന്നെ നിങ്ങൾ ഒരു ഉച്ചയ്ക്കാവുന്ന സമയത്ത് എല്ലാ ദിവസവും നോൺ വെജ് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടായിരിക്കാം. ഇപ്പോൾ അതായത് ഉച്ചയ്ക്ക് എല്ലാ ദിവസവും ചില ആളുകൾ മുട്ട കഴിക്കുന്നവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും മീറ്റ് കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പം എല്ലാ ദിവസവും നമുക്ക് മീറ്റ് കഴിക്കാൻ ആഗ്രഹമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റൈസ് ആണെങ്കിൽ നമ്മുടെ എന്താണോ ഫുഡ് റൂട്ടീൻസ് വരുന്നത് അതിനെ തന്നെ നമുക്ക് നമ്മുടെ ഒരു ഡയറ്റിലോട്ട് കൺവേർട്ട് ചെയ്താൽ മതി. അതായത് ഇപ്പോൾ നിങ്ങൾ ചോറ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ക്വാണ്ടിറ്റി എന്ത് ചെയ്യുക, കുറയ്ക്കാം. ക്വാണ്ടിറ്റി ഒരു പോർഷൻ കൺട്രോൾ നമുക്ക് വേണമെങ്കിൽ ഇത് പറയാം. അതായത് നിങ്ങൾ കഴിക്കുന്ന ചോറ് എന്ന് പറയുന്നത് ഒരു കപ്പ് വളരെ ചെറിയൊരു എമൗണ്ടിൽ മാത്രമായിരിക്കണം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്തെടുക്കാം, ഒരു നോൺ വെജ് ഐറ്റംസ് എന്തെങ്കിലും കഴിക്കാം. അതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് തോരൻ എടുക്കാം. നിങ്ങൾക്കിപ്പം പ്രോബയോട്ടിക് എടുക്കാൻ ഇഷ്ടമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ഉച്ചക്കത്തെ ഫുഡിനും ഇടയ്ക്കുള്ള ഒരു ടൈം വരുന്നുണ്ടല്ലോ, ആ ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല പ്രോബയോട്ടിക്സ് കഴിക്കാം. ഒരു കപ്പ് തൈര് എടുക്കാം,
അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഉച്ചയ്ക്കൊക്കെ ആവുന്ന സമയത്ത് ഈ ഒരു ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വീട്ടിലിരിക്കുന്ന ആളുകളാണെങ്കിൽ എല്ലാവർക്കും ഉള്ളൊരു ശീലമാണ് പോയി കിടന്നുറങ്ങുക. അത്യാവശ്യം ഒന്ന് വയറൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയി കിടന്നുറങ്ങുകയല്ല. അപ്പോൾ പരമാവധി നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷമുള്ള ഉറക്കം ഒഴിവാക്കുക. അത് പറയാനുള്ളൊരു മെയിൻ റീസൺ. നമ്മൾ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്തൊക്കെ നമുക്ക് നല്ല രീതിയിൽ വിശക്കാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. മാക്സിമം നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിൽ ഇൻക്ലൂഡ് ആവുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷം കിടന്നുറങ്ങിയാലുള്ളൊരു മെയിൻ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾക്ക് രാത്രി ഉറക്കം കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ ലേറ്റായിട്ട് കിടന്നുറങ്ങുന്നു. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനുള്ളൊരു ടെൻഡൻസി വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഉച്ചയ്ക്ക് കഴിവതും കിടന്നുറങ്ങാതിരിക്കുക. ഫുഡ് കഴിച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിൽ നിങ്ങൾ ഇൻവോൾവ് ആവുക. അപ്പോൾ ഈവനിങ് ടൈമൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് പരമാവധി നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് സ്നാക്സ് കഴിക്കുക. അപ്പോൾ സ്നാക്സ് കഴിക്കുന്ന ആ ഒരു സമയം നിങ്ങൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. സ്നാക്സ് ഈവനിങ് ടൈമിൽ ഒഴിവാക്കുക. ഈവനിങ് ടൈം ആവുന്ന സമയത്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് കഴിക്കുക. കാരണം നമ്മൾ മലയാളികൾ വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് രാത്രി ടൈമിലോട്ട് ഫ്രൂട്ട്സ് മാറ്റി വെക്കുന്നത്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഒരു ഈവനിങ് ടൈമിലൊക്കെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിക്കുക. അപ്പം അതൊക്കെ ആവുന്ന സമയത്ത് ഇപ്പോൾ വെയിറ്റുള്ള ആളുകളാണെങ്കിലും നമുക്ക് ഫ്രൂട്ട്സുകളൊക്കെ ഒരുവിധം എല്ലാ ഫ്രൂട്ട്സുകളും തന്നെ കട്ട് ചെയ്ത് കഴിക്കാം. അതിനൊന്നും വലിയ പ്രശ്നമില്ല. നിങ്ങളൊരു എമൗണ്ടിൽ കൂടാതിരുന്നാൽ മതി. ഇപ്പോൾ തണ്ണിമത്തനായിക്കോട്ടെ, ആപ്പിൾ ആയിക്കോട്ടെ, പേരയ്ക്ക ആയിക്കോട്ടെ, പൈനാപ്പിൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കുക്കുംബർ പോലെയുള്ള വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ക്യാരറ്റ് അത് നിങ്ങൾക്ക് ഒരു സൂപ്പാക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു സാലഡ് ആക്കിയിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എടുക്കാവുന്നതാണ്. അപ്പോൾ സൂപ്പ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് അതൊരു ഫുൾനെസ് തരുന്നതാണ്. അപ്പോൾ അത്യാവശ്യം എനർജിയും കിട്ടും നമ്മുടെ ബോഡിക്ക്. അപ്പം അങ്ങനെയുള്ള രീതിയിൽ വൈകുന്നേരം എന്തെങ്കിലും ഒരു ഫുഡ് എടുക്കുക. രാത്രി ആവുന്ന സമയത്ത് നോർമലി നമ്മളെല്ലാവരും ചപ്പാത്തി കഴിക്കുന്നവരാണ്. അപ്പോൾ ചപ്പാത്തിയൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു 3 ചപ്പാത്തി ഒന്നും മാക്സിമം ആവരുത്. മാക്സിമം നിങ്ങൾ ഒരു 2 ചപ്പാത്തി എല്ലാ ദിവസവും കഴിക്കുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നോൺ വെജ് ഐറ്റംസോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതലായിട്ടും നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം, ഈ പൊരിക്കുന്നതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. ഗ്രില്ല് നിങ്ങൾക്ക് ചെയ്യാം. ഗ്രില്ല് ചെയ്താലും നിങ്ങൾ അതിൻ്റെ മുകളിലുള്ള ആ ഒരു കറുത്ത പോർഷൻ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ നമുക്കാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നിങ്ങളിപ്പം നമുക്ക് ആവി കയറ്റി നിങ്ങൾ കഴിക്കുമല്ലോ. അപ്പോൾ ആവി കയറ്റി കഴിക്കുന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആവി കയറ്റിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യം കഴിക്കാവുന്നതാണ്. നോൺ വെജ് ഐറ്റംസ് ഒക്കെ കഴിക്കാം. ഇപ്പോൾ ഫിഷൊക്കെ ആവുന്ന സമയത്ത് കറി വെച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചിലപ്പോൾ ആവി കയറ്റി കഴിക്കുന്ന സമയത്ത് നമുക്കത് അത്ര ഒരു ഡൈജഷൻ പ്രോപ്പർ ആവണം എന്നില്ല ചില ആളുകൾക്ക്. അതുകൊണ്ട് നമുക്കത് ജസ്റ്റ് കറി വെച്ചിട്ട് അതുപോലെ എടുത്ത് കഴിക്കുന്നതാണ് ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ രാത്രി ടൈമുകളിലൊക്കെ ആകുമ്പോൾ വളരെ കുറച്ച് ഫുഡ് മാത്രം കഴിക്കാൻ വേണ്ടി നിങ്ങൾ നോക്കുക. പരമാവധി നമ്മൾ കിടന്നുറങ്ങുന്നതിൻ്റെ ഒരു 3 മണിക്കൂർ മുൻപായിട്ട് ഭക്ഷണം കഴിക്കുക. അതിനുശേഷം പോയിട്ട് കിടന്നുറങ്ങുക. അപ്പോൾ കിടന്നുറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഫോൺ യൂസ് ചെയ്യുക, ഫോൺ യൂസ് ചെയ്ത് കുറേ സമയം കിടക്കുക, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ആ ശീലമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം. അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ 1 മാസം കൊണ്ട് നമുക്ക് 4 മുതൽ 12 കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം. ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും. 1 മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങളൊരു വർക്കൗട്ടും കൂടി ഫോളോ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ രാവിലെ വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ ഈവനിങ് ടൈമിൽ വർക്കൗട്ട് ചെയ്യുക. ഇപ്പോൾ രാവിലെ യോഗ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈവനിങ് ടൈമിൽ മറ്റെന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യുക. യോഗ എന്ന് പറയുന്ന സമയത്ത് ഒരു സൂര്യ നമസ്കാരം നിങ്ങളൊരു 10 തവണ രാവിലെ ചെയ്തെന്ന് കരുതുക. വൈകുന്നേരം ആവുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വേർക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു വർക്കൗട്ട് നിങ്ങൾ എക്സ്ട്രാ ഇതിൻ്റെ കൂടെ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ വെയിറ്റ് നമുക്കൊരു വിചാരിച്ച രീതിയിൽ കുറയാൻ പറ്റുള്ളൂ. പിന്നെ എപ്പോഴും നമ്മൾ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഒരു നിശ്ചയം ഉണ്ടാവണം. കാരണം ഞാൻ ഈ ഒരു 1 മന്ത് കൊണ്ട് ഇത്ര വെയിറ്റ് ഞാൻ കുറച്ചെടുക്കും എന്നുള്ളൊരു ഉറപ്പ് നമ്മൾ തന്നെ സ്വയം നമുക്ക് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊരു 1 വീക്ക് ഡയറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സോ മറ്റാരെങ്കിലും ഒക്കെ ഫുഡ് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, അവരുടെ കൂടെ തന്നെ ആ ഒരു ഫുഡ് കഴിക്കാൻ നമുക്കൊരു ടെൻഡൻസി വരും. അത് പാടില്ല. നിങ്ങൾ മാക്സിമം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് എഫേർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കാനുള്ള റെമഡി നിങ്ങൾ നോക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. മെയിനായിട്ട് നമ്മുടെ ഡയറ്റ് തന്നെ നമുക്കൊന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് നമ്മുടെ ഒരു രീതിയിലോട്ട് ഡയറ്റിനെ കൊണ്ടുവരിക. നിങ്ങളെന്താണോ നോർമലി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ് അതിനെ നിങ്ങളുടെ ഡയറ്റിലോട്ട് കൊണ്ടുവന്നിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് എടുത്തിട്ട് വെയിറ്റ് കുറയ്ക്കാൻ നോക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല. പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ
കംപ്ലീറ്റ് ആയിട്ടുള്ള കാർബ്സ് കുറയ്ക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് ക്ഷീണമൊക്കെ അനുഭവപ്പെടാറുണ്ട്. അപ്പം ആദ്യം നിങ്ങൾ പതുക്കെ ഈ ഒരു രീതിയിലുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക, എന്നിട്ട് പതുക്കെ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ കുറച്ചുകൊണ്ട് വരിക. അതൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾ പ്രത്യേകം. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ടും ഡയറ്റ് എടുക്കേണ്ട ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പം അവരുടെ ഡയറ്റിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ നല്ല പ്രോട്ടീൻസ് വേണം, ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് വേണം, അതുപോലെ തന്നെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും സാലഡ്സും ഒക്കെ പ്രത്യേകമായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, 1 മന്ത് ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക, വെയിറ്റ് കുറയുന്നുണ്ടോ നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വെയിറ്റ് കുറയുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി ഒരു ഡയറ്റ് ചാർട്ടൊക്കെ ഫോളോ ചെയ്തിട്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വെയിറ്റ് കുറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനെ എന്താ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. നന്ദി.